അതിഥികൾ തയ്യാറാണ്. സംസ്ഥാന പുരസ്കാര ജേതാവ് നമ്മുടെ ഒരുപക്ഷെ ചലച്ചിത്ര പ്രേമികൾക്കൊക്കെ ഈ മുഖം ഒരുപാട് പരിചയമുണ്ടാകും. അശന്ത് കേശ, അതോടൊപ്പം തന്നെ ലാലിബേല എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ബിജു ബെർണാഡ്. ഈ രണ്ടുപേരുമാണ് നമ്മുടെ അതിഥികൾ. രണ്ടുപേർക്കും സ്വാഗതം. അശന്തിലേക്കാണ് വരുന്നത്. അശന്ത് ഒരു കുഞ്ഞ് സ്റ്റാറാണല്ലേ? കാരണം ബാക്ക് ടു ബാക്ക് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് ചിത്രങ്ങൾ ചെയ്തു അല്ലേ? ആദ്യത്തെ ചിത്രം മൈക്കിൾ ഒറ്റാൽ അല്ലേ? ഒരുപാട് ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ, ഒരുപാട് മേളകളിൽ പ്രദർശിപ്പിച്ച ഒരു വലിയ പടം അല്ലേ? കലാമൂല്യമുള്ള ചിത്രമായിരുന്നു ഒറ്റാൽ. അതിലൂടെ തന്നെ അശന്തിൻ്റെ മുഖം എല്ലാവരും അറിഞ്ഞതാണ് അല്ലേ? ഇനിയിപ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് അല്ലേ? ലാലിബേല എന്ന ചിത്രം. എന്താണ് ലാലിബേല? എത്യോപ്യൻ വേർഡാണിത്. വിശുദ്ധ ഭൂമി എന്നാണ് ഇതില്. അശന്ത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? RLV തൃപ്പൂണിത്തറയാണ്. അത് ശരി. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ചലച്ചിത്ര രംഗത്ത് വരുന്നു, 2 മികച്ച ചിത്രങ്ങൾ ചെയ്യുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സിനിമാ മേഖലയിലൊക്കെ അശന്ത് വന്നത്? ആദ്യം എൻ്റെ സിനിമ ഒറ്റാലാണ്. അതിൽ വന്ന കഥ എങ്ങനെയാന്ന് വെച്ചാൽ, ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. മനോജ് എന്നാ പേര്. മനോജ് മാമൻ ഞാൻ വിളിക്കും. മനോജ് മാമൻ എന്താണ് നീന്തൽ അറിയാവുന്നൊരു ചെറിയ പ്രായമുള്ളൊരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് നിന്റെ മോൻ്റെ മെസ്സേജ് അയക്കള ഇങ്ങനെ കുറേ ഒക്കെ പറഞ്ഞ് അവസാനം എൻ്റെ വല്യച്ഛൻ എന്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഫോട്ടോ എന്താണ് അയച്ചു നോക്കാൻ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ്റെ അല്ല. അച്ഛൻ അന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം അന്ന് ഞാൻ ചെറിയ ചെറിയ നാടകങ്ങളിൽ മാത്രം അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുള്ളു. സ്കൂൾ നാടകങ്ങളിലൊക്കെ അത് മാത്രം ചെയ്തിട്ടുള്ളു. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ നോക്കി അവസാനം അയച്ചത് എന്താണ്, ഞാൻ അങ്ങനെ എൻ്റെ അധികം ഫോട്ടോ ഒന്നും ഇല്ല ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കോഴി വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു, അത് മുട്ടയിട്ടപ്പോഴുള്ള ഒരു ഫോട്ടോ, അതാണ് അയച്ചത്. സാറ് വന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു സാറിനെ. എന്നിട്ട് സൂര്യനെ നോക്കി ചിരിക്കി, സൂര്യനില്ലെങ്കിൽ എനിക്ക് അപ്പോൾ വിഷമിച്ച് നോക്ക്, അങ്ങനെയൊക്കെ നോക്കാൻ പറഞ്ഞ് അവസാനം എന്താണ് വിളിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ പോണ വഴിക്ക് പറഞ്ഞ് സെലക്ട് ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നെങ്കിലും പിന്നെ റെഡിയായി വന്നു അല്ലേ? അങ്ങനെയാണ് ഒറ്റാലിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ലാലിബേലയാണ് വീണ്ടും പുരസ്കാരം നേടിത്തന്നത് അല്ലേ? നമുക്ക് ലാലിബേലയെ കുറിച്ച് അതിൻ്റെ സംവിധായകനോട് തന്നെ ചോദിക്കാം. ബിജു ബെർണാഡ് കൂടെ ഉണ്ട്. ലാലിബേല ഇപ്പോൾ നേരത്തെ അശന്തിനെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ലാലിബേല ഒരു എത്യോപ്യൻ വരാണല്ലേ? ശുദ്ധഭൂമി എന്നാണ് അർത്ഥം. എന്താണ് ചിത്രം പരാമർശിക്കുന്ന വിഷയം? പരിസ്ഥിതിയാണ് പ്രധാന വിഷയം. അപ്പോൾ ഞാൻ കളിച്ചു വളർന്ന നാട് എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ്. അപ്പോൾ അതിന് അടുത്താണ് ഭാരതപ്പുഴ. അതിൻ്റെ വരൾച്ച കണ്ടപ്പോൾ സത്യത്തിൽ നമുക്ക് പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ആ പരിസരത്തോടെ യാത്ര ചെയ്യുമ്പോഴും ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകിയിരുന്നൊരു പുഴ ഒരു കാലത്ത് ആ പരിസരവാസികൾക്ക് ഉപയോഗപ്രദമായൊരു പുഴ ഇല്ലാതെയാകുന്നൊരവസ്ഥ എന്താണെന്നുള്ളത് വല്ലാതെ അലട്ടിയിരുന്നു. അപ്പോൾ അത് നേരിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി ആയി പോവും. അപ്പോൾ അത് പറയും വേണം, അതെങ്ങനെ പറയാന്നുള്ള. ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അധികവും ഇറങ്ങിയിട്ടുള്ളത് ഡോക്യുമെന്ററികളാണല്ലേ? അതിനെ ഒരു സിനിമയുടെ രീതിയിലേക്ക് മാറ്റിയെടുത്ത ചിത്രങ്ങൾ വളരെ കുറവാണ്. വളരെ വളരെ കുറവാണ്. അത് ആ ഒരു ചിന്തയായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാണ് ആ കഥ ഒരു തിരിഞ്ഞു വന്നത്? രൂപപ്പെടുന്നത് താ എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പേര്. അപ്പോൾ അതിൽ ഒരു അച്ഛനും മകനും, അമ്മ നഷ്ടപ്പെട്ടു പോകുന്ന മകൻ, അച്ഛനും നാളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി അവന് പിറകെ കൂടുമ്പോൾ അച്ഛനെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മകൻ. ഈ ഒരു കഥയും ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വരൾച്ചക്കാലമാണ്. കഥ തുടങ്ങുന്ന ഒരു വരൾച്ചാകാലത്താണ്. അപ്പോൾ അവരുടെ പരിസരത്തിലൂടെ ഒഴുകുന്ന പുഴയും വരൾച്ചയാണ്. ഇതിനെ കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ പരിസ്ഥിതിയുടെ വരൾച്ച ആളുകളിലേക്ക് അവരറിയാതെ എത്തണം. അയ്യോ, ഒരു പുഴയുടെ ശോചനീയാവസ്ഥ എങ്ങനെയാണ്, നിറഞ്ഞൊഴുകിയൊരു പുഴ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ചിത്രം കണ്ടിറങ്ങുന്ന ഒരാൾക്ക് ആ ഒരു
ഫീലിംഗ് ആയിരിക്കും കിട്ടുക. ചിത്രം അധികം പേര് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവർ ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയോടെ തന്നെ എല്ലാ മെമ്പേഴ്സും എന്നെ കാണാൻ വന്നു. അപ്പോൾ അതിൽ പലരും പറഞ്ഞു പല സ്ഥലത്തും കണ്ണ് നനയിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യ റിസൾട്ട്. പിന്നീട് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ചില നല്ല സുഹൃത്തുക്കളെ ഈ സിനിമ കാണിച്ചു. അതല്ലാതെ മറ്റൊരു റിലീസിങ്ങിന് ശ്രമിച്ചിരുന്നില്ല? ഇപ്പോൾ സിനിമ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രീമിയർ ഷോ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പ്രീമിയർ ഷോ ചെയ്യണമെങ്കിൽ ഇവിടെ പടം റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിനിമ റിലീസ് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ശരി ശരി. എന്തായാലും നമുക്ക് ലാലിബേല എന്ന ഈ ചിത്രം അതെങ്ങനെ ആ ഒരു പേരിലേക്ക് എത്തിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ചിത്രത്തിലെ ഒരു ഗാനം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ആ ഗാനം കണ്ട് നമുക്ക് തിരിച്ചു വരാം. മനോഹരമായൊരു ഗാനം അല്ലേ? ആ വരികളും ആ രീതിയിൽ തന്നെയാണ്, അമ്മയെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അത് വരികൾ ഞാൻ തന്നെയാണ് എഴുതിയത്. അത് ശരി. പിന്നെ ഈ വിഷ്വൽ കണ്ടിട്ട് പലരും എന്നെ വിളിച്ചു പറഞ്ഞു പാട്ടും വിഷ്വലും തമ്മിൽ മാച്ചല്ല എന്ന് പറഞ്ഞു. സാധാരണ ഇത്തരം വരികൾ വരുമ്പോൾ അമ്മയായിരിക്കും കൂടുതൽ വിഷ്വൽ വരുന്നത്. ആ കാര്യത്തെ പറ്റി ഞാൻ മറുപടി പറഞ്ഞില്ല, കാരണം ഈ സിനിമ കാണുമ്പോഴാണ് അതറിയാൻ പറ്റുള്ളൂ. കാരണം അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്. അപ്പോൾ അമ്മ കുറിച്ച് എഴുതിയ വരികൾ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അമ്മയില്ലെങ്കിലും അച്ഛനാണ് അമ്മയുമായിട്ട് അദ്ദേഹത്തിന് മകനൊപ്പം ഉള്ളത്. അതാണ് അതിനകത്ത് ചെറിയൊരു സസ്പെൻസ് ആണ്. അത് സിനിമ കൺവേ ചെയ്യപ്പെടുക ചിത്രം കാണുമ്പോഴാണ്. ഈ ഗാനത്തെ കുറിച്ച് പറയും. ഇതിന്റെ പിന്നണിയിൽ ബിജിപാലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇത് പാടിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഈ ഗാനം ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ജന്മദിനത്തിലുമാണ് ഈ ഗാനം ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ BGM-ഉം അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി സാധാരണ ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിനൊപ്പമുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്നൊരു സ്വഭാവ രീതിയാണ് സാധാരണ എല്ലാ സിനിമകളിലും കാണുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കുകയും ഹമ്മിങ്ങും പാടുകയും എല്ലാം ചെയ്തിരിക്കുന്നത് ബിജിപാൽ തന്നെയാണ്. ശരി, എന്തായാലും മറ്റു വിഷയങ്ങൾ വരാം. അശന്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അശന്തിന് ഈ പറയുന്നത് പോലെ ഇത്തവണ വീണ്ടും പുരസ്കാരം കിട്ടിയപ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടുകാരൊക്കെ എന്താണ് പറഞ്ഞത്? സ്കൂളില് കൂട്ടുകാർക്ക് എപ്പോഴും സന്തോഷമാണ്. എനിക്ക് ഓരോ ഇപ്പൊ ഇതല്ല, ഞാൻ എവിടെയെങ്കിലും പരിപാടിക്ക് പോകണമെങ്കിൽ തന്നെ അവര് പിറ്റേ ദിവസം വന്ന് ചോദിക്കാൻ അശന്ത് എവിടെ പോയതാണ്, അടിപൊളിയായിരുന്നല്ലോ അങ്ങനെയൊക്കെ. ഈ സ്കൂളിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കും ഉണ്ടല്ല അവരുടെ ഒരു പണിയുണ്ട്. എന്താണ് ടീച്ചറെ ഇപ്പൊ സിനിമ ആരെങ്കിലും വന്ന് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടാതായിരിക്കും ഇങ്ങനെ പറയും, ടീച്ചറെ സിനിമ പരിചയപ്പെടുത്തുന്നത് കൂട്ടുകാരാണ് അല്ലേ? എല്ലാരും കൂട്ടുകാരാണ്. അപ്പൊ അവർക്കെല്ലാം വലിയ സന്തോഷമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു സിനിമാ നടൻ ഉണ്ടെന്ന് പറയാൻ അല്ലേ? അവർക്കും അഭിമാനമാണ്, അവർക്കും എല്ലാവർക്കും സന്തോഷമാണ് അവർക്ക്. അപ്പൊ ഈ പറയുന്നത് പോലെ സ്കൂളിലൊക്കെ ബാനറൊക്കെ ഉയർത്തിയോ? സ്കൂളിലൊരു വലിയ ഫ്ലെക്സ് അടിച്ച് ടീച്ചർമാരി. ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടത്. പിന്നെ ടീച്ചർ അവിടുത്തെ HM മത്സ്യ ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും പായസം വിതരണമൊക്കെ ചെയ്തു.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രായത്തിൽ ഈ പറയുന്നത് പോലെ ചിത്രങ്ങൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാവുക, അതൊക്കെ വലിയ ഭാഗ്യമാണ്. അത് മാത്രം പോരല്ലോ, ഭാഗ്യം മാത്രമല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം ചിത്രത്തിലേക്ക് ഇപ്പോൾ ബിജു ബെർണാഡ് തന്നെ വിളിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പിന്തുണ ലഭിക്കുന്നത് തീർച്ചയായിട്ടും വീട്ടിൽ നിന്നായിരിക്കുമല്ലോ. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അശ്വന്തിനെ? അച്ഛനാണ്. അച്ഛനാണ്. അച്ഛനെ കുറിച്ച് പറയോ, അച്ഛൻ എന്താണ് ചെയ്യുന്നത്? അച്ഛൻ്റെ പേര് ഷാബു എന്നാണ്. നാടകപ്രവർത്തകനാണ്. ചമ്പക്കര മാർക്കറ്റിൽ ചുമട്ടുതൊഴിലാളിയാണ്. എനിക്ക് എല്ലാ ചാൻസിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ അച്ഛനാണ് എല്ലാം അല്ലേ? എല്ലാം. ഈ പറയുന്നത് പോലെ സ്കൂളിൽ ഒരുപാട് ആരാധകരുണ്ടോ? ഫ്രണ്ട്സ് എല്ലാം ആരാധകരായിരിക്കും? ആരാധകരെന്ന് അങ്ങനെയല്ലേ, എല്ലാവരും കൂട്ടുകാരാണ്. എല്ലാവരും കൂട്ടുകാരാണ്. അശ്വന്തിന് എല്ലാവരും കൂട്ടുകാരാണ് അല്ലേ? പക്ഷേ അവർ അശ്വന്ത് അറിയാതൊരു പക്ഷേ അശ്വന്തിനെ ആരാധിക്കുന്നുണ്ടാവാം അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാവും. ഈ പറയുന്നത് പോലെ ഒറ്റാൽ എന്ന ചിത്രം ഒരുപാട് വിദേശ മേളകളിലൊക്കെ പ്രദർശിപ്പിച്ച ഒരു ചിത്രമാണ് അല്ലേ? അങ്ങനെ ആ സമയങ്ങളിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ചിത്രം ഒരുപാട് മേളകളിലൊക്കെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടോ? മറ്റ് രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിലെങ്കിലും കുറച്ചെങ്കിലും? ഒരു രാജ്യത്ത് ജർമ്മനിയിൽ ബെർലിനാലെ ആയിരുന്നു. അവിടെ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ? വലിയ ഫിലിം ഫെസ്റ്റിവൽ. അവിടെ പ്രദർശിപ്പിക്കൽ 4 ഷോ ഉണ്ടായി. ഓരോരോ ദിവസങ്ങളായിട്ട്. അവിടെ ഓരോ ദിവസം പോകുമ്പോഴും കൂടുതൽ സന്തോഷമാണ് അവിടെ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ബെർലിനിൽ അശ്വന്തിനുണ്ടായ ഒരു അനുഭവം നമുക്കൊന്ന് കണ്ടല്ലോ. അത് കണ്ട് തിരിച്ചു വരാം. ബാക്കി കാര്യങ്ങൾ എന്നിട്ട് ചോദിക്കാം. എന്താണ് ഇപ്പോൾ കണ്ടത്? ഓട്ടോഗ്രാഫ് കൊടുക്കുകയാണ് ബെർലിനിൽ. എന്തായിരുന്നു അങ്ങനെ ഒരു കാര്യം? അതെപ്പോഴായിരുന്നു? ഷോ കഴിഞ്ഞതിന് ശേഷമാണോ? ഞാനവിടെ ഷോയിന് ചെല്ലുമ്പോഴേക്ക് റെഡ് കാർപ്പറ്റിലാക്കിയാണ് കൊണ്ടുപോയിരുന്നത്. അവിടെ ചെന്ന് വളരെ സന്തോഷമായി. ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നെ മനസ്സിലായിട്ടില്ലെന്ന് വെച്ചാൽ കണ്ടിട്ടില്ല, കാരണം ഷോ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഷോയ്ക്ക് കയറി കണ്ട് ഇങ്ങനെ കുറെ പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങിയപ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓട്ടോഗ്രാഫ് എന്നിട്ടൊരു സ്ഥലത്തോട്ട് ഞങ്ങളെ കയറ്റി. എന്നിട്ട് അവിടെ നോക്കിയപ്പോഴും കുറെ പേര് ഇങ്ങനെ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ. ഞാൻ ഇതുവരെ അത്ര എഴുതിയിട്ടില്ല, സ്കൂളിൽ പോലും അത്ര എഴുതിയിട്ടില്ല. ഒരു വലിയ കൂട്ടം ആൾക്കാരല്ലേ? ഇതൊക്കെ തന്നെയാണ് ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷവും ഒക്കെ തരുന്നൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ നമ്മൾക്കറിയാത്ത ഏതോ രാജ്യത്തുള്ള അല്ലേ, നമ്മുടെ സുഹൃത്തുക്കളൊന്നും അല്ലാത്ത കുറേ പേര് വന്ന് നമുക്ക് ചുറ്റും കൂടുക, നമ്മോട് സംസാരിക്കാൻ വരിക, ഓട്ടോഗ്രാഫ് വാങ്ങുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ അശ്വന്തിൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചെറിയ ക്ലാസ്സിലാണ്, 6ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അശ്വന്തിന് സാധിക്കട്ടെ. ഈ പറയുന്നത് നേരത്തെ പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ നാടകങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലാതെ പാട്ടൊക്കെ പാടുമോ അശ്വന്ത്? പാട്ട് പാടുന്നതാണ്. ഞാൻ പാടില്ല, ഞാൻ പാടില്ലെന്നല്ല, സ്കൂളിൽ കേൾക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ പാടുമ്പോഴൊക്കെ എന്നെയൊക്കെ കേടൂലേ. ഒന്ന് പാടിയാലോ ചെറുതായിട്ട്? നാടൻ പാട്ട് പാടുമോ? ശരി, കേൾക്കാം. പാടിയോളൂ. താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര താരിളം തെയ്യാ തെയ്യത്താര താരിളം തെയ്യാര താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര താരിളം തെയ്യാ തെയ്യത്താര താരിളം തെയ്യാര. മുണ്ടകം പാടത്ത് നമ്മള് നിലമുഴുതല്ലോ, ആ മണ്ണിൽ പൊന്നു വിതയ്ക്കുവാനായി നമ്മൾ ഇറങ്ങിയല്ലോ. മുണ്ടകം പാടത്ത് നമ്മള് നിലമുഴുതല്ലോ, ആ മണ്ണിൽ പൊന്നു വിതയ്ക്കുവാനായി നമ്മൾ ഇറങ്ങിയല്ലോ. താരിളം തെയ്യാര തെയ്യത്താര താരിളം തെയ്യാര താരിളം തെയ്യാ തെയ്യത്താര താരിളം തെയ്യാര. ഇതാണല്ലേ, നന്നായി. അപ്പോൾ തീർച്ചയായിട്ടും കലാരംഗത്ത്
സജീവമായി തുടരുക, അഭിനയം വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക, അതിന് എല്ലാ പിന്തുണയുമായിട്ട് ഈ പറയുന്നത് ഒരു വലിയ ആൾക്കാരുണ്ടല്ലോ, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അച്ഛനാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പിന്തുണയിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ അശ്വന്തിന് സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞാൻ ബിജുവിലേക്ക് വീണ്ടും വരികയാണ്. ഈ പറയുന്ന ലാലിബേല എന്ന പേര് നേരത്തെ പറഞ്ഞല്ലോ, എത്യോപ്യൻ വേർഡാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു പേരിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? പല പേരുകളും ആലോചിച്ചു. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കഥ ആർക്കും പെട്ടെന്ന് പിടികിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലാലിബല. അത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഞാൻ പേര്. അപ്പോൾ പേര് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ കൊള്ളാം, എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഒരു പേരിനെ കുറിച്ച് അർത്ഥം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചോദിക്കാനുള്ള. അപ്പോൾ രണ്ടാമതൊരു വാക്ക് ആ സിനിമയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉണ്ടാവും, ഒരു ചോദ്യമാണെങ്കിൽ. അത് തന്നെയായിരുന്നു ലാലിബലയ്ക്ക് പ്രധാന കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഇത് ആദ്യ സംരംഭമാണോ ഇത്തരത്തിലുള്ള? അതെ, നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആദ്യത്തെ സിനിമ. ഇനി സജീവമായി രംഗത്ത് തുടരാൻ തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ലാലിബലയ്ക്ക് ഈ പറയുന്നത് പോലെ ഇനിയും ഒരുപാട് വേദികളുണ്ടാവട്ടെ. ഈ പറയുന്ന പോലെ വിദേശ ഷോകളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെ, പല സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ സിനിമ അയച്ചിരിക്കുന്നു. പ്രീമിയർ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റ് കാസ്റ്റിങ്ങിനെ കുറിച്ചൊന്ന് പറയൂ. ആരൊക്കെയാണ് ഇതിൽ അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നത്? ഗോകുൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഏഷ്യൻ പെയിൻസിൻ്റെ ഒക്കെ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഗോകുലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇതിനകത്തൊരു പുഴയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശരിക്കും അശ്വന്തിൻ്റെ അച്ഛൻ ഷാബു തന്നെയാണ്. ഇവർ തമ്മിൽ ഉള്ള സീനുകളൊക്കെ ഉണ്ട്. ആ സീനുകളിൽ അഭിനയിക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പല സമയത്തും അശ്വന്തിനൊരു മനോവിഷമമൊക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ചളിപ്പൊക്കെ ഉള്ളതുപോലെ പല സമയത്തും ഷൂട്ടിംഗ് സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ആ സീനുകളിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. ആ ക്യാരക്ടർ അങ്ങനെയാണ്, സ്ത്രൈണ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഇതൊക്കെയാണ് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒരുപാട് അംഗീകാരങ്ങൾ ചിത്രത്തെ തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും താങ്കൾക്കും നേരുകയാണ്. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. സന്തോഷം. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥികളായി എത്തിയത് ഇത്തവണ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി അവാർഡ് നേടിയ അശ്വന്ത് കെ ഷായും, അതുപോലെ തന്നെ അശ്വന്തിന് ആ പുരസ്കാരം നേടിക്കൊടുത്ത ലാലിബേല എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ബിജു ബെർണാഡുമാണ്. അവരുടെ വിശേഷങ്ങളാണ് നമ്മളിതുവരെ അറിഞ്ഞത്. എന്തായാലും പുതിയ അതിഥിയുമായി അടുത്ത മോർണിംഗ് റിപ്പോർട്ടിൽ അടുത്ത ദിവസം കാണാം. അതുവരെ നിങ്ങൾക്കൊരു ശുഭദിനം നേരുകയാണ്. നമസ്കാരം.